ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ ഇടതുമുന്നണിയിൽ അടുത്തൊരു വിവാദം ഉയർന്നു വരികയാണ്. അതായത് ഈ രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒഴിവ് വരുമ്പോൾ ആര് മത്സരിക്കും എന്നുള്ളത്. അപ്പം ഇടതുമുന്നണിയിലെ രണ്ടാമൻ എന്ന് പറയുന്നത് CPI ആണോ അതോ കേരള കോൺഗ്രസ് മാണിയാണോ? ഇടതുമുന്നണിയിൽ രണ്ടാമൻ ആകാൻ ലീഗുമായിട്ട് മത്സരിക്കുന്ന പാർട്ടിയാണ് CPI. അപ്പോൾ ഈ രാജ്യസഭാ വിവാദം 3 സീറ്റും ഇപ്പോൾ ഇടതുമുന്നണിയുടേതാണ് നിലവിൽ ഒഴിവ് വരുന്നത്. പക്ഷേ അവർക്ക് 2 സീറ്റിലേ ജയിക്കാൻ പറ്റുള്ളൂ. ഒന്ന് UDFന് പോകും. UDFൻ്റെ സീറ്റ് ഇപ്പോഴേ തന്നെ അവർ ആർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. PMA സലാമിൻ്റെ പേര് പൊന്തി വന്നിട്ടുണ്ട്. അത് ലീഗുകാർ തന്നെ പറയുന്നതല്ലേ? ലീഗുകാർ അല്ല, സതീശൻ അത് സമ്മതിച്ചതായിട്ടൊക്കെയാണ് ഇന്ന് കണ്ട റിപ്പോർട്ട്. അപ്പോൾ അത് ലീഗിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭവേളയിൽ സീറ്റ് തർക്കം വന്നു. 3 ലോക്സഭാ സീറ്റ് വേണമെന്ന് അവർ പറഞ്ഞു. 3ാമത്തെ സീറ്റിൽ അവർ രാജ്യസഭ വാഗ്ദാനം കേട്ട് കോംപ്രമൈസ് ചെയ്ത്. അപ്പോൾ അതിപ്പോൾ ജൂലൈ 1 ഒഴിവ് വരുമ്പം അവർ അതിൽ അവകാശം ഉന്നയിക്കും. അത് കൊടുക്കാൻ UDF നേതൃത്വം നിർബന്ധിതമാകും. അതാണ് സാഹചര്യം. അതുകൊണ്ട് അവർ അവരുടെ സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പോഴേ നിശ്ചയിച്ച് അതുപോലെയാണ്. അതേസമയത്ത് ഈ ഇടതുമുന്നണിയിലേക്ക് വന്നാൽ പ്രശ്നം അല്പം ഗുരുതരമാണ്. മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ജോസ് കെ മാണി, ബിനോയ് വിശ്വം സംസ്ഥാന CPI സെക്രട്ടറിയാണ്. അപ്പം ഇത് അവർ 2 പേരിൽ ഒരാൾക്കേ ഈ സീറ്റ് കിട്ടാനിടയുള്ളൂ. CPM ഒരു സീറ്റ് ത്യാഗം ചെയ്തില്ലെങ്കിൽ. അപ്പോൾ CPM ഇളമരം കരീമിൻ്റെ ഒഴിവിലേക്ക് ജോസിന് കൊടുക്കുമോ അതോ ബിനോയ് വിശ്വത്തിന് കൊടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം. ബിനോയ് വിശ്വം അല്ലെങ്കിൽ അത് CPIയുടെ പാർട്ടി നോമിനിക്ക്. അപ്പോൾ ഇത് അവർ ഒരു തർക്കമായി വളരാതെ അവർ പരിഹരിക്കുമായിരിക്കും. പക്ഷേ ഇതിലേതെങ്കിലും ഒരാൾക്ക് വേറെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടി വരും. നമുക്കറിയാം, ഈ മാണി ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ട ഒരു പ്രശ്നമാണ്. സാധാരണഗതിയിൽ അവിടെ അല്പം പരുങ്ങലിലായിരുന്നു കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അത് തോൽക്കുകയാണെങ്കിൽ അവരുടെ പാർട്ടി 2ആയിട്ട് പിളരും. അപ്പോൾ ഈ രാജ്യസഭാ നോമിനേഷൻ പ്രശ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ ഇടയുണ്ട് ഇടതുമുന്നണി ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പിൽ. അപ്പോൾ അതും ഇതുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം. 4-ാം തീയതിയിലെ റിസൾട്ടും കൂടെ അറിയുമ്പോൾ അത് കിട്ടാതെ വന്നാൽ അവർ കൂടുതൽ അവരുടെ സീറ്റിന് വേണ്ടി അവരുടെ വാദം കൂടുതൽ ശക്തമാക്കും. അതായത് നിലവിൽ രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല, അതുപോലെ ലോക്സഭാ സീറ്റ് തോക്കുകയും കൂടെ ചെയ്താൽ അവർക്ക് പാർലമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. അതേസമയത്ത് 4-ാം തീയതിയിലെ റിസൾട്ടിന് ശേഷം കേരളത്തിൽ ഈ CPMൻ്റെ സ്ഥിതി എന്താണെന്നും കണ്ടറിയണം. അപ്പോൾ അവരുടെയും പാർട്ടി അംഗീകാരത്തിൻ്റെയൊക്കെ പ്രശ്നം നിലനിൽക്കും. CPIക്കും അതേ പ്രശ്നമുണ്ട്. അപ്പോൾ CPM ആ റിസൾട്ടിനെയും കൂടെ ആശ്രയിച്ചിരിക്കും ഈ വഴക്കിൻ്റെ തീവ്രത. അങ്ങനെ വന്നാൽ മാണി ഗ്രൂപ്പിലൊരു വിഭാഗം UDFലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തിരിച്ചു തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ആരുടെ നേതൃത്വത്തിലായിരിക്കും? അത് കോട്ടയത്ത് നോക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ്. ഏതായാലും ഒരു മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയിൽ, ആ മന്ത്രിയും കൂട്ടരും LDFിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ ജോസ് കെ മാണിയും മറ്റേ ഉള്ളവരും കൂടി ഈ രാജ്യസഭാ സീറ്റ് വിവാദവും കൂടെ ഉയർത്തി അത് കിട്ടാതെയും കൂടെ വരികയാണ്. തീർച്ചയായിട്ടും മാണി ഗ്രൂപ്പ് ജോസിൻ്റെ നേതൃത്വത്തിലുള്ള മാണി ഗ്രൂപ്പ് LDFിൽ തുടരാൻ സാധ്യതയില്ല. സാർ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജോസ് കെ മാണി UDF വിട്ടിട്ട് ഈ LDFിലേക്ക് വരുമ്പോൾ ഈ രാജ്യസഭാ സീറ്റ് കിട്ടും എന്നുള്ള ഉറപ്പിലാണല്ലോ വന്നത്. അന്ന് അദ്ദേഹം MP ആയിരുന്നു, UDFിൻ്റെ MP ആയിരുന്നു. അല്ല, രാജിവെച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ LDFിൽ ഈ രാജ്യസഭാ സീറ്റ് കിട്ടും ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു തവണത്തേക്കാണ് ആ ഉറപ്പ് നൽകിയത്, അത് എല്ലാ കാലത്തേക്കും അല്ലെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ തർക്കത്തിലേക്ക് നീളും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അവകാശം ഇല്ലെന്നാണ് അതിൻ്റെ സൂചന. ജോസിനിപ്പോൾ രാജ്യസഭാ സീറ്റിന് അർഹതയില്ല എന്ന് CPM നേതൃത്വം സൂചിപ്പിച്ചു കഴിഞ്ഞു. CPI ആണ് ബിനോയ് വിശ്വം പറഞ്ഞു. അല്ല, ഞാൻ ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ബിനോയ് വിശ്വം.
അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് മറ്റേ അവകാശവാദം ആ ഉന്നയിച്ചായിരിക്കും. അതെ, ഏതായാലും രണ്ടിലൊരാൾക്കല്ലേ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ CBIക്ക് കൂടിയേ തീരൂ, ജോസ് കെ മാണിക്കും കൂടിയേ തീരൂ. അപ്പം ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് എത്താൻ യാതൊരു സാധ്യതയുമില്ല. അപ്പം സിനു ചോദിച്ചതിൽ ഇവരിൽ ആരാണ് ചേട്ടനെന്നാണ്. മൂപ്പിളമാ തർക്കം നിലനിൽക്കും, തീർച്ചയായിട്ടും നിൽക്കും. പിന്നെ CPI അവകാശപ്പെടുന്ന അന്താരാഷ്ട്ര പാർട്ടിയാണെന്നാണ്. അതെ. അപ്പം അതേസമയത്ത് കേരള കോൺഗ്രസ് സെൻട്രൽ കേരളയിലുള്ള ഒരു ലോക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഈ തരം വാദങ്ങളൊക്കെ നിരന്നു വരും. പക്ഷേ പാർലമെൻറ്റിൽ അവരുടെ പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും ഒക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ CPIക്ക് അത് ഒരു അവകാശമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് CPM നേതൃത്വം ഇല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വം എന്ത് തീരുമാനിക്കും എന്നത് അത് CPMൻ്റെ തീരുമാനമാണ്. അപ്പോൾ CPMന് അവർക്ക് ഒരു സീറ്റും വേണ്ടെങ്കിൽ ഈ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ പറ്റും. പക്ഷേ ഈ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ CPMന് എണ്ണം വളരെ പരിമിതമാണെങ്കിൽ അടവടലം തോറ്റുപോയാൽ എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ നിലയിൽ നമ്മുടെയൊക്കെ റീഡിങ്ങിൽ ആലത്തൂർ സീറ്റല്ലാതെ വേറൊരിടത്ത് കിട്ടാൻ സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ആ നിലയ്ക്കാണെങ്കിൽ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുമുന്നണിക്കകത്ത് വലിയ ചെരിതിരിവുണ്ടാകുകയും ജോസ് കെ മാണിയാണ് കൂടുതൽ സാധ്യത. കാരണം ആ പാർട്ടി പിളരുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയെല്ലാം പരിഹരിക്കപ്പെട്ടാലും ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാലും ആ പാർട്ടിയിലെ പിളർപ്പ് അനിവാര്യമാണ്. അതൊഴിവാക്കാൻ പറ്റില്ല. അതിലൊരു വിഭാഗം മുന്നണി വിട്ട് പോകും, മറുമുന്നണിയിലേക്ക് പോകും, ഉറപ്പാണത്. ആ കാര്യം കോട്ടയം കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പല നിലയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് 4-ാം തീയതി ഒന്ന് കഴിയട്ടെ എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകളേ ഉള്ളൂ. അപ്പോൾ അതേസമയത്ത് ഇത് ജൂലൈ 1-ാം തീയതി വരെ നിലനിൽക്കാവുന്ന ഒരു ഇഷ്യൂമാണ്. അപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് ഈ CPI പറയുന്നത് ഞങ്ങൾക്ക് 17 MLA-മാരുണ്ട്, മാണി വിഭാഗത്തിന് 5 വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളല്ലേ വലിയ ആൾക്കാർ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടേ? കാരണം മുമ്പ് ഈ ശ്രേയാംസ് കുമാർ LDFിലേക്ക് വന്നപ്പോൾ സീറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അടുത്ത തവണ JDSന് വേറെ സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ രാജ്യസഭാ സീറ്റൊന്നും കൊടുത്തില്ല. അന്ന് CPM എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെയാണ് ജോസ് കെ മാണി ഒരു തവണ വന്നപ്പോൾ അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പാരമ്പര്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് വിട്ടുകൊടുക്കില്ല. ആ കണക്ക് ശരിയാണ്. CPI ഉന്നയിക്കുന്ന ആ വാദവും ശരിയാണ്. MLA-മാരുടെ എണ്ണം കൂടുതലനുസരിച്ച് അവർക്കല്ലേ കൂടുതൽ അവകാശം. പക്ഷേ അത് CPM കൂടി അംഗീകരിക്കണം. അതാണ് ഈ നിലവിൽ മുന്നണി സംവിധാനത്തിൽ LDFിൽ ഒരു ആധിപത്യ സ്വഭാവം CPM വലിയേട്ടൻ ഉണ്ട്. പക്ഷേ അത് CPI അംഗീകരിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർ തമ്മിലുള്ളൊരു തർക്കം വരും. ഏതായാലും വലിയ തരത്തിലൊരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ളൊരു നേതാവ്, അതായത് മുസ്ലിം ലീഗിനെ ഇനി LDFിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ CPIയുടെ പിണക്കത്തെ എങ്ങനെ കാണും? ലീഗ് LDFിൽ വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട എതിര് CPI ആണ്. അവരുടെ 2-ാം സ്ഥാനം നഷ്ടപ്പെടാൻ സർവ്വതാ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ. അപ്പോൾ അതുകൊണ്ട് അവരെതിർക്കും, അത് വേറെ കാരണങ്ങൾ പറഞ്ഞ് എതിർക്കും. പിന്നെ അത് ഒരു ഇപ്പം നിലവിലില്ലാത്ത ഒരു ഇഷ്യൂ ആണ്. എങ്കിലും അതിനൊരു സാധ്യതയുള്ളൂ. ഇപ്പോൾ സാറ് പറയുന്ന അനുസരിച്ച് ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ നോട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ലീഗിനെ വലിച്ചെടുത്തുകൊണ്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണിക്കും. അപ്പോൾ ലീഗിന് താലത്തിൽ വെച്ച് സീറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് CPM കളം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? CPMന് ലീഗ് വരുന്നതിന് അവർ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം CPMന് ഇന്നത്തെ നിലയിൽ മലബാറിൽ ശക്തി ഉണ്ടാകണമെങ്കിൽ ലീഗിൻ്റെ കൂടി സപ്പോർട്ട് അത്യാവശ്യമാണ്. CPIയെ കൊണ്ടോ മാണി ഗ്രൂപ്പിനെ കൊണ്ടോ അത് വലിയ പ്രയോജനമില്ല. മാണി ഗ്രൂപ്പിന് മലബാറിലെവിടെയാണ്, കണ്ണൂരിൻ്റെ വിദൂര പേരാവൂരിലോ അവിടെ എവിടെയും കണ്ട ഒരു 1-2 കമ്മിറ്റിയും കുറച്ച് ഭാരവാഹികളുമുണ്ട്. പിന്നെ അവർ കോട്ടയം പാർട്ടിയാണത്. അപ്പം പാലാ, ഈരാറ്റുപേട്ട, കോട്ടയം ഏരിയയിലുള്ള ഒരു പ്രാദേശിക കക്ഷി CPIയുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. അതേസമയത്ത് മുസ്ലിം ലീഗുമായിട്ടൊരു കമ്പാരിസൺ ഇല്ല അവർക്ക്. അത് CPIയുമായിട്ടാണ് അവർ ഇടതുമുന്നണിയിൽ ഇടയേണ്ടി വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ CPIക്ക് വലിയ ത്യാഗം അനുഷ്ഠിക്കേണ്ടി വരും
എവൽ തുടരണമെങ്കിൽ. അപ്പോൾ CPIയും ഒരു പുനർവിചിന്തനം മുന്നണി ബന്ധങ്ങളിൽ തീരുമാനിക്കാൻ നിർബന്ധിതമാകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടതുമുന്നണിയിലും കോൺഗ്രസിലും അല്ലെങ്കിൽ ഈ മാണി ഗ്രൂപ്പിലും ഒക്കെ തർക്കങ്ങളുണ്ടായാൽ അതിൻ്റെ അവസാനത്തെ ഫലം കൊയ്യുന്ന ഒരു പക്ഷേ ഇനി പറയുന്ന BJP ആയിരിക്കില്ലേ? BJPയുടെ ഒരു വളർച്ചയ്ക്ക് ഇത് വളമായി മാറുകയാണ്. അത് 4-ാം തീയതിയിലൊക്കെ റിസൾട്ട് കാണുമ്പോൾ ഇപ്പോൾ ഈ കെജ്രിവാൾ പിന്നെ ജയിലിൽ നിന്നിറങ്ങി പരോളിൽ വന്നതുകൊണ്ട് ഈ NDA മുന്നണി അധികാരമെല്ലാം പിടിക്കുമെന്നാണ് കേരളത്തിലെ മാത്രം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി പിടിക്കുന്നു. അതേസമയത്ത് വസ്തുത എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഓരോ സ്റ്റേറ്റിലെയും കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കെ എന്താണ് ദേശീയ തലത്തിൽ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ആ നിലയ്ക്ക് തന്നെ സംഭവിക്കുകയുള്ളൂ ഇന്നത്തെ നിലയിൽ. പക്ഷേ ഇവർ വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ ഒരു സ്വീപ്പിംഗ് UDFനുണ്ടായാൽ പോലും അത് ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ബാധിക്കുന്നത് ഇവിടുത്തെ ഭരണമുന്നണിയാണ്, അതായത് ഇടതുമുന്നണിയാണ്. അതിൻ്റെ മേളിലാണ് കുനുമേൽ കുരു എന്ന തരത്തിൽ ഈ രാജ്യസഭാ സീറ്റ് തർക്കവും വരുന്നത്. അപ്പോൾ രാജ്യസഭയിലേക്ക് വരുന്ന 2 ഒഴിവ് നികത്താൻ അവർക്ക് യഥാർത്ഥത്തിൽ 3 കക്ഷികളും അവകാശം ഉന്നയിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരാൾ ത്യാഗം ചെയ്യേണ്ടി വരും. ആ ത്യാഗം ചെയ്യുന്ന പാർട്ടി ഏതാ എന്നാണ് നമുക്കറിയേണ്ടത്. ഈ എല്ലാ കാലത്തും ഈ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കീറാമുട്ടിയായിട്ടുണ്ടല്ലേ? പണ്ട് കരുണാകരൻ്റെ കാലത്തും ഈ കോടോത്ത് ഗോവിന്ദൻ നായരെയൊക്കെ അവതരിപ്പിച്ചതേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. തെന്നൽ ബാലകൃഷ്ണനുള്ള കോടോത്ത് ഗോവിന്ദൻ നായർ, വയലാർ രവി, MA കുട്ടപ്പൻ, ഇങ്ങനെ അവരുടെ ഇടയിൽ ഇത് അപ്രതീക്ഷിതമായ ഓരോ ആളുകൾ പോകും. അതിനു മുമ്പ് ഉണ്ടായിരുന്നു TKC വടുതലയ്ക്ക് സീറ്റ് കിട്ടിക്കോ, ഒട്ടും പ്രതീക്ഷിക്കാതെ. ആനി തയ്യൽ എന്നെ സീറ്റ് ഓഫർ ചെയ്ത് കൊടുത്തില്ല. അങ്ങനെയൊക്കെ പല കാലത്തും ഈ രാജ്യസഭ ഒഴിവിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UDFലായിരുന്നു അത് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ UDFനേക്കാൾ കഷ്ടമാണ് LDFൻ്റെ സ്ഥിതി. ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യസഭാ സീറ്റ് മുന്നണി ബന്ധങ്ങളിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കും എന്നർത്ഥം അല്ലേ? മുന്നണി ബന്ധങ്ങളിൽ രാജ്യസഭാ സീറ്റ് ഒരു കാരണമാകും. അതിനു മുമ്പ് തന്നെ വിള്ളലിനുള്ള സാധ്യതയുണ്ട്. കാരണം 4-ാം തീയതിയിലെ റിസൾട്ട് വരുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ മറ്റു സംഭവങ്ങളുടെ ഗതി. ഏതായാലും 3 പേർക്ക് രാജ്യസഭയിൽ പോകാം. അതിലൊന്ന് UDFൻ്റെ മുസ്ലിം ലീഗ് ആകാനാണ് കൂടുതൽ സാധ്യത. LDFിലെ 2 സീറ്റിനെ ചൊല്ലിയുള്ള 3 കക്ഷികളുടെ തർക്കത്തിൽ ആർക്കത് വീഴും എന്നാണ് കാണേണ്ടത്. എന്തായാലും ഈ ആകെയുള്ള ഒരു സീറ്റിന് വേണ്ടി മാണിയാണോ ജയിക്കുക അതോ ഈ CPI ആണോ ജയിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അവർക്ക് 2 പേർക്കും കൊടുത്ത് ചിലപ്പോൾ CPM ഒരു ത്യാഗം ചെയ്യാം. അല്ല, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഒരു നില അനുസരിച്ചല്ലേ അത് പറയാൻ പറ്റും. അത് CPM വിട്ട് കളയാൻ സാധ്യതയില്ല. കാരണം അവർക്ക് കേരളത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ വരുന്ന രാജ്യസഭാ സീറ്റിൽ 1 അവരെടുക്കും, 2 എടുക്കാനായിട്ട് ശ്രമിക്കും. അത് നടക്കത്തില്ല. ഒരു വിട്ടുവീഴ്ച ഒരെണ്ണം കൊടുക്കും. ആ 1 കൊടുക്കുമ്പോൾ ഒന്നിൽ മാണി അല്ലെങ്കിൽ CPI പുറത്തു പോകണം. ഈ CPIക്കും ഈ അംഗീകാരത്തിൻ്റെ പ്രശ്നമുണ്ട്. ദേശീയ അംഗീകാരത്തിൻ്റെ പാർട്ടിക്കുള്ള ദേശീയ അംഗീകാരത്തിൻ്റെ പ്രശ്നം CPMനെ പോലെ തന്നെ CPIക്കും ബാധകമാണ്. അപ്പോൾ അവർക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ജൂൺ 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് രാജ്യസഭാ സീറ്റിൻ്റെ അടി തുടരട്ടെ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തൽക്കാലം അതിനകത്ത് അപ്പോൾ ഒരു മാണി ഗ്രൂപ്പിൻ്റെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും മാണി ഗ്രൂപ്പ് പിളരാൻ പോകുന്നത്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.